ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ ബീഫ് ഉലർത്തിയതിൻ്റെ റെസിപ്പി നോക്കാം. അതിനുവേണ്ടി ബീഫ് 1 കിലോ കട്ട് ചെയ്തത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത ബീഫ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ ആകുമ്പോൾ ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്ത ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നന്നായി തിളപ്പിച്ച് റെഡിയാക്കി എടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. തക്കാളി നന്നായി തിളച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ഇത് ഇളക്കി യോജിപ്പിക്കാം. 1 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കണം. ബീഫ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കറിൻ്റെ മൂടി ഒന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 2 വിസിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ബീഫ് ഒരു 1/4 ഭാഗം കുക്കായി കിട്ടുന്ന രീതിയിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. 3 വിസിലാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് മാറ്റിവെക്കാം. കുക്കറിൻ്റെ പ്രഷർ ഫുള്ള് റിലീസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇവിടെ നല്ല തണുപ്പായത് കൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടയായിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 4 സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇതുപോലെ ചെറിയ ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാള ഇതുപോലെ ഗോൾഡൻ കളറാവുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്, 1 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയ ശേഷം ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് ഇതുപോലെ വഴറ്റിയെടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് 5 മിനിറ്റ് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറയെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് നല്ല പോലെ വഴറ്റിയെടുക്കണം. പൊടികൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കാം. 3-4 മിനിറ്റ് നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കുക്ക് ചെയ്തതെങ്കിലും ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായി ഒന്ന്
ഡ്രൈ ആക്കി എടുക്കണം. ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇതൊന്ന് പറ്റിച്ചെടുക്കാം. ബീഫ് ഇങ്ങനെ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ബീഫിൽ മസാല കുറച്ച് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് തിളച്ച് പറ്റുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. കുറച്ച് സമയമെടുത്ത് തന്നെ നന്നായി ഡ്രൈ ആക്കി എടുക്കണം. എന്നാലാണ് ബീഫ് ഉലർത്തിയതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യം നന്നായി വെള്ളം പറ്റിച്ചെടുക്കണം. ഇപ്പോൾ ബീഫ് ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, വെള്ളം നന്നായി ഡ്രൈ ആയി തുടങ്ങി. ഈ ഒരു രീതിയിൽ നന്നായി ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ മെയിനായിട്ട് എരിവ് വരുന്നത് കുരുമുളകിൻ്റേതാണ്. അതുകൊണ്ട് കുരുമുളക് പൊടി എപ്പോഴും എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാനിൽ ഇത് നന്നായി പിടിക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അടിയിൽ പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് വേണം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം. നന്നായി ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നന്നായി വരട്ടിയെടുക്കണം. 5 മിനിറ്റ് ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയില കൂടി വിതറാം. നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ഉലർത്തിയത് റെഡിയായി കഴിഞ്ഞു. പൊറോട്ടക്കും ചപ്പാത്തിക്കും നെയ്ച്ചോറിനും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.